ABVP ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ പ്രതിഷേധ ക്വിസ് മത്സരം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രിയുടെ മെഗാ ക്വിസ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് നടത്തപ്പെട്ടിട്ടുള്ളത് കേരള സർക്കാരിന്റെ ലേബലിലാണ്, അതും രാഷ്ട്രീയ പ്രേരിതമായിട്ട്. നമുക്ക് ഒരു ക്വിസ് കോമ്പറ്റീഷനിലേക്ക് കടന്നാലോ? കാരണഭൂതൻ മെഗാ ക്വിസ് തിരുവനന്തപുരം ജില്ലയിലെ ABVP മഹാനഗറിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇരട്ടച്ചിങ്കൻ മെഗാ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വിസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, സ്വർണം കട്ടവനാരപ്പ? ഓപ്ഷൻ എ പിണറായിയാണ് അയ്യപ്പ, ബി സഖാക്കളാണ് അയ്യപ്പ, സി വാസുവേട്ടനാണ് അയ്യപ്പ, ഡി പത്മേട്ടനാണ് അയ്യപ്പ. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആൻസേഴ്സ് പറയാം. ഇനിയും അതെ, ശരി ഉത്തരം സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെതർലാൻഡ് ഓഫ് കേരളയുടെ പിതാവാര്? നെതർലാൻഡ് ഓഫ് കേരളയുടെ പിതാവാര്? ഓപ്ഷൻ എ പിണോ ജോ ഉൻ, ഓപ്ഷൻ ബി പിൻറോയ് വിജയൻ, ഓപ്ഷൻ സി കാരണഭൂതം, ഓപ്ഷൻ ഡി ക്ലിഫ് ഹൗസിന്റെ ഉടമ. ഒന്നുകൂടി ഓപ്ഷൻസ് വേണം. ഓപ്ഷൻ എ പിൻ ജോ ഉൻ, ഓപ്ഷൻ ബി പിൻറോയ് വിജയൻ, ഓപ്ഷൻ സി കാരണഭൂതം, ഓപ്ഷൻ ഡി ക്ലിഫ് ഹൗസിന്റെ ഉടമ. ഇനിയും ശരി ഉത്തരം ക്ലിഫ് ഹൗസിന്റെ ഉടമ. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? മോളെയും മരുമകനെ രക്ഷിക്കാനായി പാർട്ടിയെ മറന്ന മുഖ്യമന്ത്രി. മോളെയും മരുമകനെ രക്ഷിക്കാനായി പാർട്ടിയെ മറന്ന മുഖ്യമന്ത്രി. ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി കാരണഭൂതൻ, ഓപ്ഷൻ സി യു-ടേൺ രാജ, ഓപ്ഷൻ ഡി കപ്പിത്താൻ. ശരി ഉത്തരം യു-ടേൺ രാജ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? മാധ്യമങ്ങളോട് കടക്കുപുറത്തെന്ന് ആക്രോശിച്ച മുഖ്യമന്ത്രിയാണ്. ചോദ്യം ഒന്നുകൂടി, മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ച മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ കപ്പിത്താൻ, ഓപ്ഷൻ ബി യു-ടേൺ രാജ, ഓപ്ഷൻ സി ഇരട്ടച്ചങ്കൻ, ഓപ്ഷൻ ഡി പിൻറോയ് വിജയൻ. ഓപ്ഷൻ സി ഇരട്ടച്ചങ്കൻ. ഓപ്ഷൻ സി പിൻറോയ് വിജയനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? നവകേരള സദസ്സിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രി ആരാണ്? നവകേരള സദസ്സിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ എ കാരണഭൂതൻ, ഓപ്ഷൻ ബി സഖാവ് പിണറായി, ഓപ്ഷൻ സി ഇരട്ടച്ചങ്കൻ, ഓപ്ഷൻ ഡി കപ്പിത്താൻ. ഓപ്ഷൻ ഡി കപ്പിത്താൻ. എനി ആൻസർ? ശരി ഉത്തരം കപ്പിത്താൻ. അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ? ബാറുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കുമെന്ന് പറഞ്ഞ് 900ഓളം ബാറുകൾ തുറന്ന സർക്കാർ. ഓപ്ഷൻ എ ഇരട്ടച്ചങ്കൻ, ഓപ്ഷൻ ബി പിണറായി വിജയൻ, ഓപ്ഷൻ സി കപ്പിത്താൻ, ഓപ്ഷൻ ഡി കാരണഭൂതൻ. ശരി ഉത്തരം കപ്പിത്താൻ. നാളെ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് ആളോഹരിക്കടം 1 ലക്ഷമാക്കിയ സർക്കാർ. ഓപ്ഷൻ എ യു-ടേൺ രാജ, ഓപ്ഷൻ ബി കപ്പിത്താൻ, ഓപ്ഷൻ സി കാരണഭൂതം, ഓപ്ഷൻ ഡി പിൻറോയ് വിജയൻ. ശരി ഉത്തരം പിൻറോയ് വിജയൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
ഡിഗ്രി പാസ്സായ വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ മിനിമം വേതനം പോലും ഉറപ്പുവരുത്താൻ കഴിയാത്ത സംസ്ഥാനത്ത് പീഡനത്തിനും ബലാത്സംഗത്തിനും പിടിച്ചുപറിക്കും ജയിൽ പുള്ളികൾക്കും മിനിമം വേതനം 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ കപ്പിത്താൻ, ഓപ്ഷൻ ബി കാരണഭൂതം, ഓപ്ഷൻ സി യൂട്ടേൺ രാജ, ഓപ്ഷൻ ഡി പിണറായി വിജയൻ. ശരി ഉത്തരം യൂട്ടേൺ രാജ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് ഉത്തരങ്ങൾ പറയുക. പാവപ്പെട്ട അമ്മമാരായ ആശാമാർക്ക് 260 ദിവസത്തോളം രാപ്പകൽ സമരം നടത്തിയിട്ടും 8,000 രൂപ കിട്ടുന്ന ഒരു സമയത്ത് ബാഹ്യ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ക്രിമിനലുകൾക്ക് 10,000 രൂപ നൽകുന്ന സർക്കാർ ആരുടെ സർക്കാരാണ്? ഓപ്ഷൻ എ പിണറായി വിജയൻ സർക്കാർ, ഓപ്ഷൻ ബി ഇരട്ടച്ചങ്കൻ സർക്കാർ, ഓപ്ഷൻ ഡി യൂട്ടേൺ രാജ സർക്കാർ, ഓപ്ഷൻ ഡി കപ്പിത്താൻ സർക്കാർ. ശരി ഉത്തരം കപ്പിത്താൻ സർക്കാർ. കാരണഭൂതൻ മെഗാ ക്വിസില് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ആൾക്ക് ഒരു സമ്മാനം കൊടുക്കണ്ടേ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആരാണ്? ഏത് സർക്കാരാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, പിണറായി വിജയൻ സർക്കാർ. അടുത്തതായിട്ട് ABPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രുതിയെ ക്ഷണിക്കും. എല്ലാ സഹപ്രവർത്തകർക്കും, പോലീസ് ഉദ്യോഗസ്ഥർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഒരു ക്വിസ് പ്രോഗ്രാം എന്നുള്ളത് ലോകമെമ്പാടും കുട്ടികളുടെ പൊതുവിജ്ഞാനം അളക്കാൻ വേണ്ടി നടത്തി വരുന്ന ഒരു പരിപാടിയാണ്. ലോകത്തെവിടെയും വിദ്യാർത്ഥികളുടെയും ആളുകളുടെയും പൊതുവിജ്ഞാനം അളക്കാനാണ് ഒരു ക്വിസ് പ്രോഗ്രാം നടത്തി വരുന്നത്. എന്നാൽ 12 ജനുവരി 2026 നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ക്വിസ് പ്രോഗ്രാം നടന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് പ്രോഗ്രാം എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ചോദിച്ചത് വളരെ വിവാദപരമായ ചോദ്യങ്ങളായിരുന്നു. നമ്മളിത് പറയാനുള്ള കാരണം, ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് എന്ന് പറഞ്ഞവർ നടത്തിയത് മുഴുവനും ഭരണ നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ പറ്റിയിട്ടായിരുന്നു കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസം നേടേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളോട്, 18 വയസ്സിന് താഴെയും മുകളിലുമായി കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളോട് പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ പറ്റി ചോദിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ വെറും PR മാത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ മേഖലകളിലും സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കും. സർക്കാരിന് PR വർക്ക് നൽകണമെങ്കിൽ IPRD ഓഫ് കേരള എന്ന് പറയുന്ന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ PR വർക്ക് ചെയ്യാവുന്നതാണ്. എന്തിന് കുട്ടികളെ അതിന് ബലിയാടാക്കണം? പൊതുഖജനാവിൽ നിന്ന് 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയുമാണ് ക്യാഷ് പ്രൈസായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. പൊതുഖജനാവിലെ പണം ആരുടെയാണ്? ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സർക്കാരുടെ ഭരണ നേട്ടം കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിച്ച് കുട്ടികളിൽ ചുവപ്പുവൽക്കരണം നടത്താനാണ് കേരള സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇവിടെ നൽകുന്നത്. ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയാൽ നമുക്കതിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി, പിണറായി വിജയൻ മുഖ്യമന്ത്രി. കെ-ഫോൺ, കേരയിൽ മുതലായ അതപ്പതിച്ചു പോയ പദ്ധതികൾ പോലും വർണ്ണീകരിച്ച് കുട്ടികളുടെ ഇടയിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന ഉത്തരങ്ങൾ നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടാണ് പോകുന്നത്? ആശാ വർക്കർമാർക്ക് 8,000 രൂപ മാത്രം നൽകുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ ജയിൽ പുള്ളികൾക്ക് 10,000 രൂപ നൽകുന്ന ഒരു സാഹചര്യം പിണറായി സർക്കാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കുന്നതിന് പകരം ബാറുകൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് വലിയ വിവാദം ആയിരുന്നു. സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനെതിരെ കാരണഭൂതൻ മെഗാ ക്വിസിൽ
ABVP ക്ലിഫ് ഹൗസിന് മുന്നിൽ പ്രതിഷേധ ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.